ബേസിക് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആൻഡ് തിയറീസ്. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ വി വർ ഡിസ്കസിങ് ദ ഡെഫിനിഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയതിന് ശേഷമാണ് വി ആർ കമ്മിങ് ടു ദ മോഡൽസ് ആൻഡ് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഏരിയയിലേക്ക് വരുന്നത്. സോ ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് എ മോഡൽ. ഒരു മോഡൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ വീടിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടാകും അല്ലേ? ഈ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ്. ആ വലിയ വീടെന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിൻ്റെ ഒരു ഗ്രാഫിക്കൽ ഫോമിലുള്ള ഒരു സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ശരിയല്ലേ? അതായത് ആ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വീടിൻ്റെ മുഴുവൻ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ ആണ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ തന്നെ തന്നിട്ടുണ്ട്, മോഡൽ ഈസ് എ സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ്, ഈവൻറ്റ് ഓർ എ പ്രോസസ് ഇൻ എ ഗ്രാഫിക് ഫോം. ഒരു ഒബ്ജക്റ്റിൻ്റെയോ ഒരു ഈവൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെയോ ഗ്രാഫിക് ഫോമാണ്. ഗ്രാഫിക് ഫോം എങ്ങനെ തന്നെയായിരിക്കും? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത ഒരു ഗ്രാഫിക് ഫോമിനെയാണ് മോഡൽ എന്ന് വിളിക്കുക. ഈ മോഡൽ എന്താണ് എന്ന് പഠിക്കാനല്ല ശരിക്കും ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനിലുള്ള വ്യത്യസ്ത മോഡലുകൾ ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മോഡൽ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? ബാക്കിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നത് കൊണ്ട് തന്നെ പലതും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ പറയുന്ന മോഡൽ ശരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്തു തരും അല്ലേ? സിംപ്ലിഫൈ ചെയ്തു തരുക എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ് ആവട്ടെ, കോംപ്ലക്സ് പ്രോസസ്സ് ആവട്ടെ, ഒരു കോംപ്ലക്സ് ഈവൻ്റ് ആവട്ടെ, that will become simplified with the usage of model. ഒരു മോഡൽ ഉപയോഗിക്കുന്നതിലൂടെ ഈ പറയുന്ന വസ്തുവിനെ അല്ലെങ്കിൽ ഈവൻറ്റിനെ, ഈ പറയുന്ന പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കും. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് തന്നെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പ്രോസസ്സിനെ നമ്മൾ ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ടാകും, ഹോസ്പിറ്റലിൻ്റെ ഒരു മാപ്പ് പോലത്തെ അല്ലേ? ആ മാപ്പിൽ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഏത് ബ്ലോക്കിലേക്ക് എത്തണം, ഏത് റൂമിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എങ്ങനെ പോകണം എന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും അത്. അപ്പോൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കോംപ്ലക്സ് കാര്യത്തെ, വളരെ സങ്കീർണമായൊരു കാര്യത്തെ വളരെ സിംപ്ലിഫൈ ചെയ്തു തരാൻ സഹായിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ മോഡൽസ് ഉപയോഗിക്കാറുള്ളത്. സോ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആർ വിഷ്വലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് കാണാൻ വേണ്ടി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിസിബിളായൊരു പ്രോസസ്സല്ല. ഇതിലൂടെ നടക്കുന്ന പ്രോസസ്സ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം അതിനെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ, ഒരു ചിത്രീകരണമാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയാം. ഞാൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് എത്തുന്നത്, ഇതൊന്നും നമ്മളിങ്ങനെ മെസ്സേജ് പോകുന്നത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ചിത്രീകരിക്കുന്ന പ്രക്രിയക്കാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എന്ന് പറയാം. ഓക്കെ, സ്റ്റുഡൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫൺ യൂസ് മോഡൽസ് ടു ട്രൈ ടു പ്രസൻറ്റ് എ സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ, ഒരു വളരെ സിമ്പിളായ ഒരു വേർഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മോഡൽസ് ഉപയോഗിക്കാറുള്ളത്. ഈ പറയുന്ന മോഡൽസിൽ കണ്ടെയ്നിങ് ദ എസെൻഷ്യൽ കോമ്പണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും അതൊക്കെ അടങ്ങിയിട്ടുണ്ടാകും കമ്മ്യൂണിക്കേഷൻ മോഡലിൽ. ഇപ്പോൾ ഉദാഹരണം, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ അടങ്ങിയത് എന്തൊക്കെയാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദർ വിൽ ബി എ സെൻറ്റർ, ഒരു മീഡിയ ഉണ്ടാകും, ദെൻ ദർ വിൽ ബി എ മെസ്സേജ്, ദെൻ വി വിൽ ഹാവ് എ ഓഡിയൻസ്. ഇതൊക്കെ ഉണ്ടാവും അല്ലേ? ഇവരൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എസെൻഷ്യൽ കോമ്പണൻസ് ആണ്. അപ്പോൾ ഈ കോമ്പണൻസിൻ്റെ ഒക്കെ ചിത്രീകരിക്കുന്ന ഫോം, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മോഡൽസ് ഉണ്ടാക്കുക.
പിന്നെ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ഓഫർ എ കൺവീനിയൻറ്റ് വേ ടു തിങ്ക് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡിങ് ഗ്രാഫിക്കൽ ചെക്ക് ലിസ്റ്റ്. ഒരു വളരെ പെട്ടെന്ന് വളരെ സുഖകരമായി എളുപ്പത്തിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ നമുക്ക് പിന്നെ നമ്മളെ സഹായിക്കുന്നത്. മാത്രമല്ല ഇനി താഴെ ഓരോ ആളുകൾ, അതായത് അരിസ്റ്റോട്ടിൽ മുതൽ പ്ലാറ്റോ മുതൽ കമ്മ്യൂണിക്കേഷൻ ഇതുപോലൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കണ്ടെത്തിയ മോഡൽ, ഇവരുടെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നിവർ ഒരു മോഡൽ സഹിതം അല്ലെങ്കിൽ ചിത്രസഹിതം വിവരിച്ചിട്ടുണ്ട്. ആ വിവരണങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തങ്ങളായ ആളുകൾ കണ്ടെത്തിയ കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്താ നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ which was given by many eminent scholars, വ്യത്യസ്തങ്ങളായ സ്കോളേഴ്സും ഫിലോസഫേഴ്സൊക്കെ നൽകിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ മോഡലുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് അരിസ്റ്റോട്ടിൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അരിസ്റ്റോട്ടിൽ മോഡൽ. അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കാണുന്നത്, അയാൾ എന്തൊക്കെ കോമ്പണൻസ് ആണ് ഉള്ളത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തിയറി, റെട്ടറിക്കൽ തിയറി ഗോസ് ബാക്ക് 2500 years ago to Plato, Aristotle and Sophists. 2500 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അത്രയും പഴക്കമുണ്ട് പഴയ കാലത്തെ കമ്മ്യൂണിക്കേഷൻ തിയറികൾക്കൊക്കെ. അത് അത്തരത്തിലുള്ള തിയറികളെ റെട്ടറിക് തിയറി എന്നാണ് പറയുക. റെട്ടറിക് തിയറി എന്ന് പറഞ്ഞാൽ റെട്ടറിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീച്ച്. അന്നൊക്കെ ഏറ്റവും ഫോക്കസ് ചെയ്തിരുന്നത് സ്പീച്ചായിരുന്നു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് സ്പീച്ചായിരുന്നു എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ തിയറികളൊക്കെ സ്പീച്ചുമായി ബന്ധപ്പെട്ട്, സ്പീച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്നതാണ് അന്നത്തെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് റെട്ടറിക് തിയറി എന്നാണ് പറയുക. അപ്പോൾ റെട്ടറിക് തിയറി എന്ന് പറഞ്ഞാൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ തിയറി, പഴയ